എൻ.ആർ. നാരായണമൂർത്തിയെ നിങ്ങൾക്കറിയില്ലേ? ഇൻഫോസിസ് എന്ന പ്രശസ്തമായ സോഫ്റ്റ്വെയർ കമ്പനിയുടെ സ്ഥാപകന്മാരിൽ ഒരാളായ എൻ.ആർ. നാരായണമൂർത്തി. ഈ ഇൻഫോസിസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഫൗണ്ടേഴ്സിൽ രണ്ടുപേർ മലയാളികളാണ്, ഷിബ്ലാൽ സാറും അതേപോലെ ക്രിസ് ഗോപാലകൃഷ്ണനും. അതുപോലെ എൻ.ആർ. നാരായണമൂർത്തിയായിരുന്നു ഇൻഫോസിസിൻ്റെ തലതൊട്ടപ്പന്മാരിൽ ഒരാൾ. ഈ നാരായണമൂർത്തി ഒരു ഒന്നാന്തരം വ്യവസായിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഈ ശ്രീ നാരായണമൂർത്തി അദ്ദേഹം ഋഷി സുനകിൻ്റെ അമ്മായിച്ചൻ കൂടിയാണ്. അപ്പോൾ ഞാനതല്ല പറഞ്ഞു വരുന്നത്. അദ്ദേഹം ആദ്യകാലത്തൊരു ഒന്നാന്തരം നല്ല കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. പാവങ്ങളും പണക്കാരും ഇല്ലാത്ത എല്ലാവരും സമത്വത്തോടെ കഴിയുന്ന ഒരു നല്ല പ്രഭാതമായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. പക്ഷേ 1974 ഒരു സംഭവം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദുരനുഭവം. ഈസ്റ്റ് യൂറോപ്പിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുമായിരുന്നു. ഈ ബൾഗേറിയ എന്ന രാജ്യത്ത് ചെന്നപ്പോൾ ആ പട്ടണത്തിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു എന്ന് മാത്രമല്ല, വേദനയുടെ നടുക്കടലിലേക്ക് അദ്ദേഹം വീഴുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചാരവൃത്തി, സ്പൈയിങ് ആരോപിച്ച് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. എന്നിട്ടൊരു കുടിസ് സെല്ലിൽ അദ്ദേഹത്തിന് തള്ളി പൂട്ടിയിട്ടിട്ട് പോന്നു. പിറ്റേന്ന് സെല്ല് തുറക്കും, തനിക്ക് ആഹാരം കിട്ടും, ഭക്ഷണം കിട്ടും, വെള്ളം കിട്ടും എന്നൊക്കെ നാരായണമൂർത്തി വിചാരിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. സെല്ല് തുറന്നില്ല. നിരപരാധിയാണെന്ന് പിന്നീട് കുറേ സമയമെടുത്തതിന് ശേഷമാണ് പോലീസിനത് ബോധ്യപ്പെട്ടത്. അതിനുശേഷം നാരായണമൂർത്തി അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. എന്നിട്ടൊരു ചരക്ക് വണ്ടിയിലെ ഗാർഡിൻ്റെ മുറിയിലോട്ട് തള്ളിവിട്ടു, അവിടെ വിട്ടുപോകാൻ വേണ്ടി. ഈസ്താംബുൾ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടേ നാരായണമൂർത്തിക്ക് പാസ്പോർട്ട് പോലും അവർ തിരിച്ചു കൊടുത്തുള്ളൂ. ഒരു ബൾഗേറിയ നിങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം കൊണ്ടു നടക്കുന്ന ബൾഗേറിയ പോലെ ഒരു രാജ്യത്തെ നേരിട്ട അനുഭവം മൂർത്തി വല്ലാതെ ഉലച്ചു കളഞ്ഞു. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളിൽ ഇല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുമെന്നും നാരായണമൂർത്തി വിശ്വസിച്ചു. തൻ്റെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണരീതി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നാരായണമൂർത്തി അതോടെ അടിമുടി മാറാൻ തുടങ്ങി. അദ്ദേഹത്തിന് വല്ലാത്തൊരു ആശയക്കുഴപ്പം ആദ്യം ഉണ്ടായി. എന്നാലും അദ്ദേഹം ഇടതുപക്ഷക്കാരിൽ നിന്ന് മാറി അനുകമ്പയുള്ളൊരു മുതലാളിയുടെ കുപ്പായം എടുത്തണിഞ്ഞു. പിന്നീട് നാരായണമൂർത്തി നമ്മൾ അറിയുന്നത് ഒരു സഹതാപമുള്ള ഒരു മുതലാളിയായിട്ടാണ്. സോഷ്യലിസ്റ്റിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും പ്രയോഗം സിദ്ധാന്തത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന തിരിച്ചറിവാണ് ധാർമ്മികതയുള്ളൊരു മുതലാളിയായി മാറാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ക്യാപിറ്റലിസ്റ്റിൻ്റെ വഴിയും നന്മ നിറഞ്ഞതാണ് എന്ന് മൂർത്തി തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. അനുഭവങ്ങളാണ് മിക്കപ്പോഴും വ്യക്തികളുടെ വിശ്വാസങ്ങളും മൂല്യങ്ങളും രൂപപ്പെടുന്നത്. നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിത ചിന്തയെയും മാറ്റിമറിച്ചു എന്ന് വരാം. അന്ധമായ അനുകരണത്തിലൂടെയല്ല, അനുഭവങ്ങളിലൂടെയാകണം നാം വളരേണ്ടത്. ചിന്താശാസ്ത്രങ്ങളും സൗന്ദര്യശാസ്ത്രങ്ങളും നമ്മുടെ തലച്ചോറിൽ മിന്നൽ പിണർ പായിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കൊടിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ പുതിയ വഴികൾ വെട്ടിത്തുറന്നു എന്ന് വരാം. ചിലപ്പോൾ ഈ നാഷണൽ ഹൈവേയിലൂടെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബൈപ്പാസിൽ പോകേണ്ടി വരില്ലേ എന്ന് പറയുന്നുള്ള ചില ബൈപ്പാസുകൾ പെട്ടിത്തുറന്നു എന്ന് വരാം. എന്തായാലും നാരായണമൂർത്തിക്കുണ്ടായ അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം മറ്റൊരു ചിന്താഗതിയിലേക്ക് അദ്ദേഹത്തിനെ പോകാൻ പ്രേരിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിലും ചില ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില കടുത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വേറെ വഴി വെട്ടി യാത്ര ചെയ്യാൻ നമുക്ക് തോന്നും.